എൻ്റെ മച്ചാന്മാരെ പെരു ഗെയിമർ റിലേറ്റഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ മച്ചാന്മാർക്കുള്ളവർക്കും സ്വാഗതമറുക. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഒരു മച്ചാൻ പണ്ട് കമൻറ്റ് ചെയ്തായിരുന്നു, ബ്രോ ഈ ഫുട്ബോൾ കളിക്കുക എന്നൊക്കെ. പുള്ളിക്ക് ഈ ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ കുറേ നാളായി അത് ആ കമൻറ്റ് വന്നിട്ട്. എന്നാലും നമ്മൾക്ക് ഈ ഫുട്ബോളിൻ്റെ ഒരു അക്കൗണ്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് ഞാൻ 23 ഡിസംബറിൽ തുടങ്ങി. ഇപ്പോഴും അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്തില്ല. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആ സാധനം കളഞ്ഞായിരുന്നു. അപ്പോൾ വീണ്ടും കയറ്റി എനിക്കൊരു ഇത് മൂത്തിട്ട്. അപ്പോൾ കാര്യമൊക്കെ കണ്ട നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഫുട്ബോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡു ഇൻസ്റ്റാൾ, നമുക്കിടയ്ക്ക് കളിക്കാം. നിങ്ങൾ കമൻറ്റ് ഇട്ടത് ടൈമൊക്കെ കണ്ണായി വന്നിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഈ ഫുട്ബോൾ ഐഡിയ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നന്നായി ഫ്രണ്ട് ആക്കുന്നതാണ്. പിന്നെ വേറെ ഗെയിമുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മച്ചാന്മാർ. ഇന്ന് ഞാൻ ഐസ്ക്രീം വൺ കളിക്കാൻ കരുതാണ്. ലോഡിങ്ങിൽ എന്തോ ഒരു വലിയ ഗ്ലിച്ച് വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 2 ഫോണിൽ നിന്ന് ട്രൈ ചെയ്തു, എന്നിട്ട് സുണ്ണ വന്നില്ല. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. വെയിറ്റ് കറോ. ഞാൻ സെൻറ്ററിലോട്ട് അടിക്കുന്നു, ഗോളാവുന്നു. സാധാരണ പുള്ളി പിടിക്കാറുണ്ട്. പുള്ളിക്ക് പിന്നെ ബോധമില്ല, അതിൻ്റെ ഒരു കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ ലൈനപ്പ് ഇതുവരെ കാണിച്ചില്ലല്ലേ. സർപ്രൈസ്. ഓക്കെ, ഓ ഇതിനുണ്ട്. സോ മച്ചന്മാരെൻ്റെ കറണ്ട് ഗെയിം പ്ലാൻ നന്നായി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കറണ്ട് ഗെയിം പ്ലാൻ. ലെഫ്റ്റ് വിങ് ഫോർവേഡ് കുണിയൻ എംബാപ്പെ, CF വിനി ഹാളണ്ട്, റൈറ്റ് വിങ് ഫോർവേഡ് സല, AMF നെയ്മർ ജൂനിയറും ഡെബ്രൂണി, ലെഫ്റ്റ് ബാക്ക് തിയോ ഹെർണാണ്ടസ്, റൈറ്റ് ബാക്ക് കൊസ്റ്റക്കൂട്ര, സെൻറ്റർ ബാക്ക് റുഡ്രിഗർ, മറ്റൊരു സെൻറ്റർ ബാക്ക് നമ്മുടെ ബെക്കംബോർ നാളെ ഇറങ്ങിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തോ, ലാഭമാണ്. ഇപ്പോൾ 73 ഫ്രീ ട്രൈ, ആകെ 50 പ്ലെയർ ഉള്ളൂ. അപ്പോൾ ബെക്കംബോർ ഉറപ്പാണ് ചെയ്തേക്കാം. പിന്നെ ഗോളി എൻ്റെ കയ്യിൽ നല്ലതില്ലടാ, കോട്ടുവേഴ്സ് ഉള്ളൂ. പക്ഷേ കോട്ടുവേഴ്സ് പറഞ്ഞാൽ തീരെ ഗോളിയാണ് കേട്ടോ. ഫോം എന്ന് പറഞ്ഞാൽ ഇജാതി ഫോമാണ്. പിന്നെ നമ്മൾ പുതിയൊരു മാനേജറിനെ കിപ്പ് ചെയ്തു. എൻ്റെ ഒരു പട്ടിസോ ഉണ്ട്. അത് പിന്നെ ലൈവൊക്കെ പിന്നെ വരട്ടെ മച്ചാമാരെ. ഡിവിഷൻ മാച്ച് കളിക്കാം കേട്ടോ. ഓക്കെ, ഈ റോഡ് ടു 3059 പിടിച്ചാൽ കിട്ടാവണേ ഉള്ളൂ. നമുക്ക് നോക്കാം. അവൻ്റെ സ്ക്വാഡ് നോക്കണം. അവൻ്റെ സ്ക്വാഡ് നോക്കിയില്ലേ നമ്മൾ മൂഞ്ചും. നമ്മുടെ റിസുണ്ടി സ്ക്വാഡ് ഇരിക്കെ നമുക്ക് കുക്ക് കൗണ്ടർ ഒണ്ടാ 96 CMF വെക്കാന്നൊക്കെ. എൻ്റെ മോനെ 101 മെസ്സി. എടാ 3075 ശരി. എടാ 103 റൈഫാ. എടാ അതേണ്ടായിരിക്കണേ. എടാ ഇത് ഞാൻ പൊട്ടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പൊട്ടിയാലും നമുക്കെന്ത് മച്ചാൻ പറയാം, നമ്മൾ പൊട്ടിയല്ലേ കയറണേ. അതൊക്കെ അത്രേ ഉള്ളൂ, അണ്ണൻ അത്രേ ഉള്ളൂ. സ്റ്റാർട്ടായിരിക്കും. അതായത് മാൻ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ എന്ത് പേര് ഇരിക്കേ എങ്ങനെ ഇരിക്കണം. സന്തോഷം. അപ്പോൾ മച്ചാമാരെ ഈക്കളുടെ ഹൈലൈറ്റ്സ് എന്താ നോക്കാം. ഫസ്റ്റ് ഷോട്ട് അവന്മാരുടെ ഭാഗത്തുനിന്ന് തന്നെ, അല്ല ഗോളാണല്ലേ. ഓക്കെ സോറി. ഡെക്കോഡ് അസിസ്റ്റിൽ നിന്നും ലയണൽ മെസ്സി പോസ്റ്റിലേക്ക് വീശിയിടുന്നു. ടീമിനെ ചെറുതാക്കി കണ്ട് മച്ചാമാരെ. എടാ പിന്നെ ലാഗ് എന്ന് പറഞ്ഞാൽ നല്ല പൊളിഞ്ഞ ലാഗായിരുന്നു. അത് പിന്നെ പറയേണ്ട കാര്യമില്ല. മെസ്സിയുടെ ഒരു വണ്ടർഫുൾ ഗോൾ തന്നെയായിരുന്നു. പിന്നീടാണ് തിയോ ഹെർണാണ്ടസ് വിനീഷ്യസ് ജൂനിയറിൻ്റെ അസിസ്റ്റിൽ നിന്നും ഒരു സുന്ദര ഗോൾ സ്കോർ ചെയ്തത്. അത് നമ്മുടെ ടീമാണ് ഒന്നും പറയാനുള്ള പ്രൊഫഷണൽ ഗോൾ എടുക്കുക. പിന്നീടാണ് നമ്മുടെ ഫെർണാണ്ടോ ടോറസ് 25-ാം മിനിറ്റിൽ നമ്മുടെ ടീം ഗോളടിച്ച് നമുക്കൊരു തെറിച്ചടിയായത്. കോട്ട് വയസ്സും ഡിഫൻഡേഴ്സും നോക്കി നിൽക്കുകയാണ്. റുഡ്രിഗൊക്കെ അവിടെ പഴം വിഴിഞ്ഞ പോലെ അവിടെ നോക്കി നിൽക്കുവാണ് മച്ചാമാരെ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ 3ാമത്തെ ഗോള്. 49-ാം മിനിറ്റിൽ ഡേവിഡ് ബെക്കാം. ഷൂട്ടിംഗ് അക്രൂസ് ഒന്നും പറയാനില്ല. ഞങ്ങളുടെ ടീമിൻ്റെ ഡിഫൻസ് ഒന്നും പറയാനില്ല, അതിലും മികച്ചത്. ഓക്കെ, പിന്നീട് ഇതെന്താ. ഓക്കെ, ലയണൽ മെസ്സി 50-ാം മിനിറ്റിൽ ഒരു സൂപ്പർ ഷോട്ട് എടുത്തു. ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് ഷോട്ട്. ഞാനും കരുതി വല്ല ഇതായിരിക്കുന്നു, നല്ല ഷോട്ടായിരിക്കുന്നു. പിന്നീട് നമ്മുടെ കോസ്റ്റക്കൂട്ര ഒരു ഷോട്ടോ. ഇതെന്ത് ഷോട്ടാടാ. അതൊക്കെ വെറുതെ ഒരു ചീഞ്ഞ ഷോട്ടുകളാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്തുനിന്നും. ഓക്കെ, അത് കാര്യമാക്കണ്ട. പിന്നീട് ലയണൽ മെസ്സി. ഇത് ആദ്യത്തെ തന്നെ കാണിക്കുന്നതാണ്. സോ അന്തസ്സായിട്ട് നമ്മൾ മാച്ച് പൊട്ടി തീർക്കേ. വെറും 3-1 എന്ന സ്കോറിൽ നമ്മൾ അന്തസ്സായിട്ട് മാച്ച് പൊട്ടിയിട്ടുണ്ട്. സോ ഒരു മാച്ച് കൂടി നമുക്ക് കളിച്ചു നോക്കാം കേട്ടോ.
സോ എൻ്റെ മത്സമാർ നമുക്ക് നമ്മുടെ അടുത്ത ഓപ്പൺ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവൻ ഇനി എങ്ങനത്തെ ഒരു പയ്യനാണെന്ന് നമുക്ക് കളിച്ചാലാണ് അറിയുള്ളൂ. പിന്നെ ലാഗ് ഉണ്ടെങ്കിൽ സന്തോഷം മാത്രമായിരിക്കും അണ്ണൻ ഉണ്ടാവുള്ളൂ. ഓ അവൻ്റെ നല്ല സ്ക്വാഡാണ് കേട്ടോ. അവൻ ഫുള്ളി പ്ലേയേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. യെസ്, അവൻ ഫുള്ളി പ്ലേയേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രോഗ്രഷൻ പോയിന്റ് പാവത്തിൻ്റെ കാണില്ല. ചിലപ്പോൾ ഇതൊക്കെ കളിച്ച് പ്രോഗ്രഷൻ പോയിന്റ് ഉണ്ടാക്കാനായിരിക്കും അണ്ണൻ്റെ പരിപാടി. സോ മാച്ചിലേക്ക് കിടക്കാം. സോ എൻ്റെ മത്സർ നമ്മൾ അങ്ങനെ അടുത്തൊരു മാച്ചിലേക്ക് കിടന്നിരിക്കുന്നു. ഇവൻ ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയാം. സോ ഇതുപോലത്തെ സൂപ്പർ മാച്ചുകൾക്ക് അണ്ണൻ്റെ ചാനൽ തന്നെ ചെക്കൗട്ട് ചെയ്താൽ മതി. സോ ഓക്കെ, അപ്പോൾ ഇനി സപ്പോർട്ട് അണ്ണൻ ആവശ്യമുണ്ട്. എടാ പിടിക്കട, ആദ്യം തന്നെ ഗോള് വാങ്ങിക്കരുത്. ഓക്കെ, നെയ്മാർ. എടാ ഡിഫൻസ് ഇത്രയും പാളിക്കിടക്കണം എന്തുവാടാ. സന്തോഷത്തോടു കൂടി വീണ്ടും മറ്റൊരു മത്സരം കൂടി പൊട്ടാൻ തയ്യാറെടുക്കുന്നു. എടാ വിനീഷ്യസിന് ഞാൻ എൻ്റെ ടീമിൽ നിന്ന് എടുത്ത് മാറ്റുവാടോ, ഒന്നിനും ഗുണമില്ലാത്തവൻ. ഹളൻഡ് എടാ അറിയാണ്ട് കാലയിലൊന്ന് തട്ടി വീണനിപ്പോൾ എനിക്ക് യെല്ലോ കാർഡ് വീശിയേക്കണ്. റെഫറി നന്മയോളി. ഈ മാച്ചിൻ്റെ റെഫറിയാണ് മജമർ മാൻ ഓഫ് ദ മാച്ച് ഇരിക്കെ. ഓക്കെ, ഏതായാലും നമ്മളല്ല അവന്മാർ 1-0 ലീഡ് കൊണ്ടിരിക്കെ. ഓക്കെ എടാ, എനിക്ക് ഇവരുമായിട്ട് ഒരു ഗോളെങ്കിലും തിരിച്ചടിക്കണം കേട്ടോ. എടാ ടൈം വേസ്റ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യണവരെ ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. തീയോ കോട്ടുവയസ് പന്തൊക്കെ പിടിച്ചോളും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് അവധി ഗോളും കയറണേ. ഓക്കെ ഇനി പ്രൊഫഷണൽ ഇറക്കണ്ണൻ. എടാ ഓക്കെ എടാ ഓപ്പണൻ്റ് ലെഫ്റ്റായടാ. ഓക്കെ ഓപ്പണൻ്റ് ലെഫ്റ്റായി. ഓക്കെ അപ്പോൾ അത് കാര്യമാക്കേണ്ടതില്ല. സോ മച്ചാന്മാർ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതുന്നു. ഒരു മാച്ചാണ് നമ്മൾ കളിച്ചോളൂ. കളിച്ച മാച്ച് പൊട്ടിയിട്ടുണ്ട്. സന്തോഷം. ഓക്കെ ഈ സാധനമൊക്കെ സുണ്ണിയൊക്കെ എടുത്ത് വെച്ചേക്കാം. പോക്കറ്റ് കീസൈഡിലിട്ട് വെച്ചേക്കാം. സോ മച്ചാന്മാരെ കുറച്ചങ്ങ് സപ്പോർട്ട് ചെയ്തേക്കുക. അണ്ണൻ ഫസ്റ്റ് ടൈമാണ് ഈ ഫുട്ബോൾ നിങ്ങളുടെ കൂടെ ഒന്ന് ചിലവാക്കുന്നത്. സോ അറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെന്ന് കരുതുന്നു. അല്ല വെയിറ്റ് ചെയ്ത് മാച്ച് എടുത്തേ. അണ്ണൻ എന്തോ കണ്ടു ഈ ഫുട്ബോൾ ലീഗിൽ. സോ എനിക്ക് നിങ്ങളുടെ കൂടെ ഈ ഒരു സത്യം എനിക്ക് തിരിച്ചറിഞ്ഞു. ആൻഡ് മച്ചാമാരെ നമ്മൾ ആ ഒരു മാച്ച് അവൻ ലെഫ്റ്റ് ആയപ്പോൾ നമ്മൾ ജയിച്ചു. സോ റോഡ് ടു ഡിവിഷൻ 5 മക്കളെ പ്രൊമോട്ടഡ് ആയിട്ടുണ്ട്. സോ അണ്ണന് ഉന്മേഷം കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഇങ്ങനത്തെ മാച്ചുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഷുവർലി കമൻറ്റ്. സോ അണ്ണൻ കുറച്ച് എഡിറ്റൊക്കെ ചെയ്തിട്ട് പക്കയാക്കി ഇട്ടേക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യാമെന്ന് കരുതുന്നു. ക്ലെയിം ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ക്ലെയിം ചെയ്തേക്കാം. സോ മച്ചാമാരെ നിങ്ങൾക്കും ഇതുപോലത്തുള്ള ഗെയിമുകളൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ല ഇതുപോലത്തെ അല്ല കേട്ടോ, ഇതിലും നല്ല ഗെയിംസ് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇനി ഇതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂടെ കളിക്കണമെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഐഡിയും താഴെ കമൻറ്റ് ചെയ്യുക. ലൈക്കും ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സാണ് ടാർഗറ്റ്. അപ്പോൾ ഐസ്ക്രീം നമ്മൾ പിന്നെ സെറ്റ് ആക്കുന്നതാണ്. സോ മച്ചാമാരെ മിഷൻസാ. ഓക്കെ ഇവിടെ എന്തോ ഒരു സുണ്ണാപ്പി ഉണ്ട്, അതങ്ങ് നോക്കിയേക്കാം. ഓ ഇത് കംപ്ലീറ്റ് ആയി. പ്ലീസ് ബെക്കംബർ പാക്ക്. യെസ് മച്ചാമാരെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഇവർക്ക്. നമുക്കിവിടെ ഒരു ബെക്കംബർ പാക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാക്ക് അങ്ങ് തുറന്നിട്ട് നമുക്കങ്ങ് എൻഡ് ചെയ്യാം. സോ എനിക്ക് ബെക്കംബറിനെ കിട്ടിയതാണ് ഓൾറെഡി. എനിക്ക് റഷ് ഔട്ടിനെ മാത്രമാണ് ഇതിനകത്ത് കിട്ടാനുള്ളൂ. ഇനി 21 പ്ലേയേഴ്സ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബെറ്റർ ലാഭം എന്ന് പറഞ്ഞാൽ ഇത് ലാഭം കൊണ്ട പാക്ക് തന്നെയാണ്. ഓക്കെ എനിക്ക് ഇവന്മാരെ മൊത്തം കിട്ടി. ലുക്ക മോഡ്രിച്ച്, ഡേവിസ്, ബെക്കംബർ ഇവന്മാർ 3 പേരാണ് ആവശ്യമുണ്ട്. റഷ്ഫോർഡ് എനിക്ക് ആവശ്യമുണ്ട്. അല്ല കിട്ടുവാണേ ആ സൈഡിലും അല്ലേ വെക്കുക, അതിനാണ്. പിന്നെ ഷോ കാണിക്കാൻ പറ്റാൻ വരാം, അതിനാണ് നമുക്ക് ഈ സാധനമൊക്കെ വേണ്ടത്. സോ സ്പിൻ ചെയ്തങ്ങ് നോക്കാം. ഓക്കെ മച്ചാമാരെ റഷോഡാണ് ഫസ്റ്റ് ട്രൈ നിങ്ങളുടെ കൂടെ എനിക്ക് റഷോഡിനെ കിട്ടുമോ മച്ചാമാരെ? നോക്കാം പൂത്തിരി കത്തുന്നു.
അതുകൊണ്ട് തന്നെ റാഷോഡ് അല്ലാന്ന് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ എടാ സ്കിമേക്കിൾ, ഓ നൈസ്. ഇത് ഏത് സ്കിമേക്കിളാ? നമ്മുടെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ലെജൻഡറി സ്ക്വാഡ് ഒരു സ്കിമേക്കിളുണ്ട്. ആ പുള്ളിയാണെന്ന് അറിയത്തില്ല. അതിൻ്റെ ബേസ് ഏത് കോപ്പ വേണേലും ആവട്ടെ. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ പാക്കുകളൊക്കെ കറക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയുക, അണ്ണൻ കറക്കാം ഇടയ്ക്ക്. ഇതൊക്കെ കറക്കണമെന്നുണ്ട്, നോക്കട്ടെ. ഈ ഒരു പാക്കൊക്കെ നമുക്ക് നോക്കാവേ. സോ മച്ചാമാരെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. സോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ന്യൂ ഗെയിംസ് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഐഡിയും താഴെ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ എന്ത് ചെയ്യണം മച്ചാമാരെ? ബൈ.